Good morning all. നമ്മൾ കോംപ്ലക്സ് അനാലിസിസിൽ ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊരു പ്രോബ്ലം ഓൾറെഡി ചെയ്തു. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഇസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0. സെഡ് ഈക്വൽ ടു 0യിൽ മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ z നോട്ട് എന്നുള്ള പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എഫ് ഓഫ് z ഹിയർ എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ z മൈനസ് 0ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, മോഡ് z സ്ക്വയർ മൈനസ് എഫ് ഓഫ് 0, z-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് മോഡ് 0 സ്ക്വയർ, അതായത് എന്ത് വരും, 0 വരും. അപ്പോൾ മോഡ് z സ്ക്വയർ മൈനസ് 0 ഡിവൈഡഡ് ബൈ z മൈനസ് 0 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ മോഡ് z സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, z ബാർ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ z ബാർ ഡിവൈഡഡ് ബൈ z വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു z-ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വന്നു, z ബാർ വന്നു. ഓക്കെ, അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ z മൈനസ് 0 എന്ന് പറയുന്നത് z ബാർ ആണ്. നമുക്ക് ഇനി ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ z മൈനസ് 0 ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക, ലിമിറ്റ് z ടെൻസ് ടു 0 z ബാർ. ഓക്കെ, z 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് z ബാറിൻ്റെ വാല്യൂ എന്തായിരിക്കും, അതായത് നമുക്കറിയാം വി ഹാവ് z ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, z ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് z ബാർ വരുന്നത്, അതായത് എക്സ് മൈനസ് ഐ വൈ വരും. അപ്പം z ബാർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ആണ്. ഇത് നമ്മൾ z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ z 0യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി z ബാറും ഏതിലേക്കാണ് പോവുക, 0യിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ, ലിമിറ്റ് z ടെൻസ് ടു 0 z ബാർ എന്ന് പറയുന്നത് എത്രയാണ് വരിക, 0 ആണ് വരിക. ഓക്കെ, അതായത് ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ z മൈനസ് 0 എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്കൊരു വാല്യൂ കിട്ടിയല്ലോ, ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് z എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് z ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഏത് പോയിന്റിൽ, z ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ആ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്, എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, എഫ് ഓഫ് z എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്, z ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് z 0 അല്ലാത്ത പോയിന്റുകളിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്, ഡിഫറെൻറ്റ് വേയിലൂടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലിമിറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആവില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കാം, ഫോർ എനി സെഡ് നോട്ട് ഈക്വൽ ടു 0, z 0 ആവാത്ത സമയത്ത് ഓക്കെ നമുക്ക് z എന്ന് പറയുന്നത് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ വൈ, എക്സ് പ്ലസ് ഐ വൈ അല്ല, z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ. നമുക്ക് ഡെൽറ്റ z എന്താണെന്ന് അറിയാം, ഡെൽറ്റ z എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദെൻ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ z കണ്ടുപിടിക്കാം. ഓക്കെ, എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z എന്താ വരിക, എഫ് ഓഫ് z മോഡ് z സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z എന്ത് വരും, മോഡ് z പ്ലസ് ഡെൽറ്റ z സ്ക്വയർ മൈനസ് മോഡ് എഫ് ഓഫ് z എന്ന് പറയുന്നത് മോഡ് z സ്ക്വയർ വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, ഡെൽറ്റ z വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ, ഡെൽറ്റ z എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈക്വൽ ടു എങ്ങനെ വരും, മോഡുലസ് ഓഫ് ഇവിടെ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് അടുത്ത ടേം എന്താ വരിക, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ മൈനസ് മോഡ് z സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ മോഡ് z എങ്ങനെ മാറ്റി എഴുതാം, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആക്കി നമുക്ക് മാറ്റി എഴുതാം. ഇനി നിങ്ങൾ നോക്കി നോക്കാം, ഇതിനെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി നോക്കാം. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐൻ്റെ ടേം മാറ്റി എഴുതാം, ഐ ഇൻറ്റു വൈ പ്ലസ്
ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ളത് തന്നെ മോഡ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ വന്നു ഡിവൈഡഡ് ബൈ എന്ത് വന്നു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ വന്നു. ഇനിയിപ്പോൾ നോക്കി നോക്കാം, ഇതാണ് റിയൽ പാർട്ട്, ഇതെന്താണ് ഇമാജിനറി പാർട്ട്. ഇതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. മോഡുലസ് വാല്യൂ ഇവിടെ ഇപ്പോൾ മോഡ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയായിരുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൈ സ്ക്വയർ. ഈ ഒരു ഫോമിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. അതായത് ഇവിടെ മോഡ് സെറ്റ് സ്ക്വയർ ആണ് വരുന്നത്, അപ്പോൾ റൂട്ട് ഒഴിവാക്കിയിട്ട് എഴുതാം. അതായത് എന്ത് വരും, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താ വരുന്നത് വൈ പ്ലസ് ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് ഇവിടെ എന്ത് വരും, ഇവിടെ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നു. ഓക്കെ, മോഡ് സെഡ് സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മൾ റൂട്ട് ഒഴിവാക്കിയത്. ഹോൾ ഡിവൈഡഡ് ബൈ താഴെയുള്ള ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ തന്നെ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ടേം എന്ത് വരും, വൈ സ്ക്വയർ പ്ലസ് 2y ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ് സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്തു, അതേപോലെ വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ടേംസ് ഒക്കെ ഒന്ന് എടുത്തെഴുതി നോക്കാം. അപ്പോൾ അടുത്ത 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് 2y ഡെൽറ്റ വൈ ആണ് 2y ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നോക്കി നോക്കാം, ഇവിടെ ഡെൽറ്റ എക്സ് ഈ രണ്ട് ടേമിൻ്റെ അകത്തുനിന്ന് ഡെൽറ്റ എക്സ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ടേമിൽ നിന്ന് ഡെൽറ്റ വൈ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, 2x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് അടുത്ത ടേമിൽ നിന്ന് ഡെൽറ്റ വൈ പുറത്തേക്ക് എടുക്കാം. ഡെൽറ്റ വൈ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ആക്സിസ് റിയൽ ആക്സിസ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതായിരുന്നു ചെയ്തത്. അതായത് ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഡിഫറെൻറ്റ് പാത്തിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 along റിയൽ ആക്സിസ്. ഓക്കെ, റിയൽ ആക്സിസിലൂടെയാണ് നമ്മൾ ഈ ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം റിയൽ ആക്സിസിൽ നമുക്ക് എങ്ങനെ എഴുതാം, റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈ എന്താണ് 0 വരും ഏതാണ്, ആൻഡ് നമ്മൾ ഡെൽറ്റ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യിക്കുകയാണ്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. therefore നമുക്ക് എങ്ങനെ പറയാം, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് which is equal to നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അതേപോലെ തന്നെ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ആ ടേം നമ്മൾ എടുത്തെഴുതാം ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഡെൽറ്റ വൈ കാണുന്ന സ്ഥലത്തൊക്കെ 0 കൊടുക്കുക. അതിനുശേഷമാണ് ഏത് ചെയ്യേണ്ടത്, ഈ ഡെൽറ്റ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ ടേമിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ് വന്നു. ഓക്കെ, പ്ലസ് ഇവിടെ ആരുണ്ട്, ഡെൽറ്റ വൈ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേം എന്തായി പോകും, 0 ആയി പോകും. 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഈ ഒരു ടേം 0 ആയിപ്പോയി. താഴെ എന്ത് വരും, ഡെൽറ്റ എക്സ് വന്നു. അപ്പോൾ ഈ ഒരു ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് ബാലൻസ് വരുന്നത്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 2x പ്ലസ് ഡെൽറ്റ എക്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലത്ത് 0 കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്താ വരിക, 2x ആണ് നമ്മൾ ആൻസർ വരുന്നത്.
ഓക്കെ. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 2x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 2x ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ആകെ ഏതിലൂടെ ചെക്ക് ചെയ്തിട്ടുള്ളൂ? റിയൽ ആക്സിസിലൂടെയാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏതിലൂടെ ചെക്ക് ചെയ്യാം? ഇമാജിനറി ആക്സിസിലൂടെ ചെക്ക് ചെയ്യാം. ലെറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 along ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇമാജിനറി ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽറ്റ എക്സ് ആണ് 0 ആവുക. അതേപോലെ തന്നെ ഏതിനെ നമ്മൾ 0ലേക്ക് ടെൻഡ് ചെയ്യും? ഡെൽറ്റ വൈനെ 0ലേക്ക് ടെൻഡ് ചെയ്യുക. ഓക്കെ. ദോർഫോർ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ്, ഡെൽറ്റ സെഡ് ആണ് ഇത്, ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതിൽ ആദ്യത്തേതിൽ ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തതാണ്. അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ എങ്ങനെ എഴുതുക? ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതാണ് 0ലേക്ക് 0 കൊടുക്കേണ്ടത്? ആദ്യം ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. നമുക്ക് ബാക്കിയുള്ളത് ഏതാ വരിക? ഇങ്ങനെ നോക്കാം. ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് കാണുന്ന സ്ഥലത്ത് 0 കൊടുക്കുക അല്ലേ. അപ്പോൾ ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഡെൽറ്റ വൈ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ വൈയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താണ് വരുന്നത്? ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഐ വന്നു. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഡെൽറ്റ വൈക്ക് 0 കൊടുക്കുക. ഡെൽറ്റ വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി. അപ്പോൾ ബാക്കി എന്താ വരിക? 2y ബൈ ഐ വരും. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മേലും താഴെയും ഐ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2y ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ വന്നു. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. -2y ഐ വന്നു. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കാം. അലോങ് റിയൽ ആക്സിസിൽ നമുക്ക് എന്താണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്? 2x ആണ് നമുക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇമാജിനറി ആക്സിസ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? -2y ഐ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ. രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആണ്. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അലോങ് ഡിഫറെൻറ്റ് വേസ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ. രണ്ട് ഡിഫറെൻറ്റ് പാത്ത് എടുത്ത സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഫോർ ഓൾ സെഡ് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് എങ്ങനെ പറയാം? നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഹെൻസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അതെന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു 0. സെഡിൻ്റെ വാല്യൂ 0 അല്ലാത്ത സമയത്ത് അതെന്തല്ല? ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് മോഡ് സെഡ് സ്ക്വയർ സെഡ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെഡ് ഈക്വൽ ടു 0 ഒഴികെയുള്ള പോയിന്റ്സുകളിലൊന്നും ഈ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ. അപ്പം നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റൈസ് ടു n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇസ് ആൻ ഇൻഡിജർ ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ്. ഇത് ഡിഫറൻഷ്യബിൾ ആണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റൈസ് ടു n എന്ന് എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എഫ് ഓഫ് സെഡ് സെഡ് റൈസ് ടു n ആണെങ്കിൽ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എന്ത് വരും? z പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു n വന്നു. ഓക്കെ. ഇവിടെ z കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? z പ്ലസ് ഡെൽറ്റ സെഡ്. അപ്പോൾ z റൈസ് ടു n ആണെങ്കിൽ എന്ത് വരും? z പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു n. അപ്പോൾ ഈ വാല്യൂ ഇവിടെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ. ഈ വാല്യൂ ഒന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z പ്ലസ് ഇവിടെ ഹോൾ റൈസ് ടു n ആണ്. z പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു n മൈനസ് z റൈസ് ടു n ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇനി ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ബൈനോമിയലിൻ്റെ അതായത് a പ്ലസ് ബി ഹോൾ റൈസ് ടു n ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ആ ഒരു എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു z പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു n എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഡെൽറ്റ സെഡിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അത് 1 ബൈ ഡെൽറ്റ സെഡ് വിച്ച് ഇൻറ്റു z പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു n മാറ്റി ചെയ്താണ്. അതായത് z റൈസ് ടു n പ്ലസ് nc1 z റൈസ് ടു n മൈനസ് 1 ഡെൽറ്റ സെഡ് പ്ലസ് nc2
z raised to n minus 2 into delta z whole square plus etc. plus last term എന്ത് വരും delta z whole raised to n minus z raised to n വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു z raised to n ഉണ്ട്, ഇവിടെ എന്തുണ്ട് z raised to n ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ z raised to n ഉം z raised to n ഉം ക്യാൻസൽ ചെയ്യാം. which is equal to എങ്ങനെ എഴുതാം 1 by delta z into nc1 z raised to n minus 1 plus delta z ഉണ്ടല്ലോ പ്ലസ് എൻ സി ടു. ഇതിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടേമിനെ ഡെൽറ്റ സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊന്ന് എഴുതാം. അതായത് പുറമെ ആരുണ്ട് 1 ബൈ ഡെൽറ്റ സെഡ് ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, എൻ സി വൺ സെഡ് റൈസ് ടു എൻ മൈനസ് 1 ഡെൽറ്റ സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് പ്ലസ് അടുത്ത എന്ത് വരും എൻ സി ടു സെഡ് റൈസ് ടു എൻ മൈനസ് 2 ഡെൽറ്റ സെഡ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് പ്ലസ് എക്സെട്ര. അങ്ങനെ എല്ലാ ടേമും എന്ത് ചെയ്യുക, നമ്മൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് കൊടുക്കുക. അതായത് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കി നോക്കുക, ഇവിടെ ഒരു ഡെൽറ്റ സെഡ് ഉണ്ട്, ഡെൽറ്റ സെഡ് ഗെറ്റ് ക്യാൻസൽ. അതേപോലെ ഇവിടെ ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ ആണുള്ളത്, ഇവിടെ ഒരു ഡെൽറ്റ സെഡ് അതും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു എൻ ആണ്, താഴെ ഡെൽറ്റ സെഡ്, അപ്പോൾ ഒരു ഡെൽറ്റ സെഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാലൻസ് വരുന്നത് എന്താണ്, ആദ്യത്തെ ടേമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ എന്താണ് എൻ സി വൺ സെഡ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, എൻ സി വൺ സെഡ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് അടുത്ത ടേം എന്താണ് വരുന്നത് എൻ സി ടു സെഡ് റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ സെഡ് പ്ലസ് അടുത്ത ടേം എന്ത് വരും, അടുത്ത ടേം അതായത് എൻ സി ത്രീ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 3 ഇൻറ്റു ഡെൽറ്റ സെഡ് ഹോൾ ക്യൂബാണ് വരുന്നത്. അപ്പോൾ അത് എഴുതണമെന്നില്ല, നമുക്ക് പ്ലസ് എക്സെട്ര ഇട്ടിട്ട് ലാസ്റ്റ് ടേം എന്താണ് വരുന്നത് ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം എൻ സി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ തന്നെയാണ്. അപ്പോൾ എൻ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എൻ സി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് അടുത്ത ലാസ്റ്റ് ടൈം എന്ത് വരും ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു എൻ മൈനസ് 1 വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് നമുക്ക് എന്താണ് കിട്ടിയത് എൻ സെഡ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്ത് വരും ഡെൽറ്റ സെഡ് ഹോൾ റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടേമിലും ആരുണ്ട് ഡെൽറ്റ സെഡ് ഉണ്ട്. ഈ ഒരു ടേം ഒഴികെ ബാക്കിയുള്ള എല്ലാ ടേമിലും ഡെൽറ്റ സെഡ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ സെഡിന് 0 കൊടുക്കുന്ന സമയത്ത് ബാക്കി എന്തേ വരുള്ളൂ എൻ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് വരുന്നുള്ളൂ. ഓക്കെ, എൻ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 1 therefore അതായത് നമുക്ക് എന്ത് കിട്ടി ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 1. therefore നമുക്ക് എന്ത് പറയാം എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. therefore എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ്. therefore എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ് ആൻഡ് എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് വരും എൻ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. യൂസിങ് ദ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഓക്കെ, ഡിഫറൻസിയേഷൻ്റെ റൂൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കലാണ് നമ്മൾ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2z പ്ലസ് 1 ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് 4z പ്ലസ് 8i. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ എന്താണ് യൂസിങ് ദ റൂൾ ഉപയോഗിച്ചിരുന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ റൂൾ ഒന്ന് നോക്കി നോക്കാം. അതായത് ഇതെന്ന് പറയുന്നത് യുവും നമ്മളിത് എന്താക്കി എടുക്കുക വി ആക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് ആണ്. ഓൾറെഡി നമ്മൾ റിയൽ കേസിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേ തന്നെയാണ് ഇതിൽ വരുന്നത് കോംപ്ലക്സിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് സെഡ് ബാർ അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് ബാർ അല്ല എഫ് ഡാഷ് ഓഫ് സെഡ് ആണ്. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ 2z പ്ലസ് 1 ഇൻറ്റു അടുത്ത എന്താ വരിക ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് 4z പ്ലസ് 8i. ഓക്കെ, പ്ലസ് സെക്കൻഡ് ടേം സെഡ് സ്ക്വയർ മൈനസ് 4z പ്ലസ് 8i ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി സെഡ് ഓഫ് 2z പ്ലസ് 1.
ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 2z + 1 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. ഡെറിവേറ്റീവ് എന്താ വരിക, z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z മൈനസ് 4z. അപ്പോൾ എന്താണ് z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z മൈനസ് 4zൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 4 വരും. 8iൻ്റെ ഡെറിവേറ്റീവ് 8i കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 0 വരും. പ്ലസ് അടുത്ത ടേം എന്താണ് വരുന്നത്, പ്ലസ് z സ്ക്വയർ മൈനസ് 4z പ്ലസ് 8i, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അടുത്ത ടേമിൻ്റെ ഡെറിവേറ്റീവ് 2z + 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക, 2 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ f' നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചതാണിത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇട്ടിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ 2z × 2z എന്ന് പറയുന്നത് 4z². ഓക്കെ, 4z². അടുത്ത എന്ത് വരും, 2z × -4 എന്ന് പറയുന്നത് 8z. 1 + 2z അല്ല 1 × 2z എന്ന് പറയുന്നത് 2z. 1 × -4 എന്ന് പറയുന്നത് -4. പ്ലസ് അടുത്തത് എല്ലാത്തിനെയും 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ 2 എന്ന് പറയുന്നത് ഇവിടെയുള്ള 2 ആണ്. ഓക്കെ, ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക, 2z² മൈനസ് 8z പ്ലസ് 16i വരും. ഓക്കെ, ഇനിയിപ്പോൾ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ 4z² ഉണ്ട്, ഇവിടെ 2z². അപ്പോൾ ടോട്ടൽ എത്ര z² ആയി, 4z²ഉം 4z², 2z². അപ്പോൾ എത്ര z² ആയി, 6z². മൈനസ് 8z ഉണ്ട്, ഇവിടെ ആരുണ്ട്, മൈനസ് 8z, അതേപോലെ പ്ലസ് 2z ഉണ്ട്. അപ്പോൾ മൈനസ് 14z വരും. ഓക്കെ, ഇവിടെ ഓൾറെഡി -4 ഉണ്ട്, പ്ലസ് ഇവിടെ എന്താണ് 16i ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഏത് വരുന്നത്, ഡിഫറൻസിയേഷൻ്റെ റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് f(z) = 5z² - z ഡിവൈഡഡ് ബൈ z³ + 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൂൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. ഇപ്പോൾ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് f' = നമുക്ക് ഇങ്ങനെ എഴുതിയേക്കാം, d/dz of 5z² - z. നമ്മൾ വേണമെങ്കിൽ z മനസ്സിലാവാൻ വേണ്ടി z-ഉം 2ഉം തമ്മിൽ ചില സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, z-ൻ്റെ നടുവിൽ ഒരു വര വരയാം. ഓക്കെ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. 5z² - z ഡിവൈഡഡ് ബൈ z³ + 1. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക, z³ + 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ d/dz of 5z² - z. ഓക്കെ, പ്ലസ് അടുത്ത ടേം എഴുതുക 5z² - z ഇൻറ്റു അടുത്ത ടേം ഏതാണ്, d/dz of z³ + 1 ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത z³ + 1 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഡിനോമിനേറ്റർ സ്ക്വയർ ആണ് വരുന്നത്, ഇവിടെ z³ + 1 ആണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. ഇപ്പോൾ z³ + 1 ഇൻറ്റു 5z² - z-ൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ 5z² - z-ൻ്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു 2z മൈനസ് z-ൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 5z² - z. 5z² - z ഓൾറെഡി ഉണ്ട് ഇൻറ്റു d/dz of z³ + 1. z³ + 1 എന്നാണ് 3z² പ്ലസ് 0. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ് z³ + 1 ദി ഹോൾ സ്ക്വയർ വന്നു. ഓക്കെ, ഇനി ഒന്നത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം, z³ + 1 ഇൻറ്റു 5 × 2z എന്ന് പറയുന്നത് 10z. ഓക്കെ, 10z മൈനസ് ഇവിടെ എന്ത് വരും, 5z² മൈനസ് 5z² - z × 3z ആണ് വരുന്നത്. ഇത് തമ്മിൽ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3 ആണ് വരുന്നത് 15. ഓക്കെ, മൈനസ് 15z⁻² 5z² × 3z² എന്ന് പറയുന്നത് 15z⁻4 വരും. മൈനസ് ഇവിടെ ഓൾറെഡി മൈനസ് പുറത്തുണ്ട്, മൈനസ് മൈനസ് പ്ലസ് 3z³ ഹോൾ ഡിവൈഡഡ് ബൈ z³ + 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി z³ + 1 ഇൻറ്റു 10z മൈനസ് 15z⁻4 നമുക്ക് ഒന്നെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമുല എഴുതി നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇത് ആദ്യം
സ്റ്റെപ്പ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എവിടം വരെ വെച്ചിട്ട്, അതായത് ഇതുവരെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റോങ് ആൻസർ വരികയാണെങ്കിൽ നമുക്കതിന് എന്തായാലും മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, -5z3 അറിയുന്നത് വരെ നമ്മൾ കറക്റ്റ് എഴുതിയാൽ മതി, പ്ലസ് 10z -1 ഡിവൈഡഡ് ബൈ z3+1 ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇനിയിപ്പോൾ അനാലിറ്റിക് ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ.